എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മൈക്കിൾ. ഞാൻ ഒരു പ്രവാസിയാണ്. ഞാൻ താമസിക്കുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ തേവലക്കര മുള്ളിക്കാരയാണ്. ഞാൻ കോയിള ഇടവകയാണ് ഞങ്ങളുടെ പള്ളി. ഞാൻ മുടങ്ങാതെ പള്ളിയിലൊക്കെ പോകുന്ന വ്യക്തിയാണ്. അങ്ങനെ ഞാൻ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ബോംബെയിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ അടുക്കെ നമ്മുടെ ഒരു കൂട്ടുകാരനായ വ്യക്തി പറഞ്ഞ് ഇന്നടുത്ത് ഗൾഫിലേക്ക് പോകാൻ ഒരു ചാൻസ് ഉണ്ട്. ഞാൻ 77 പാസ്പോർട്ട് എടുത്ത് വെച്ചിരുന്നു. അതുകൊണ്ടാണ് അതും എടുത്താൽ ബോംബെ പോയത്. അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞ് ഇന്നടുത്തൊരു ചാൻസ് വരുന്നുണ്ട് കൊണ്ട് നിങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂവിന് ഒരു കാർഡ് ഒരു ആപ്ലിക്കേഷൻ ഫോം തന്നു. അതെല്ലാം ബില്ല് ചെയ്ത് കൊടുത്തു. ഇൻ്റർവ്യൂവിലെല്ലാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അവിടെ സെൻറ്റ് ആൻഡ്രൂസ് ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചു. എൻ്റെ അവിടുത്തെ സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്. ആ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. ഇൻ്റർവ്യൂവിൽ അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം 60% ഞാൻ ഉത്തരം പറഞ്ഞപ്പോൾ എന്നെ ഓക്കെ എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ടെസ്റ്റ് തന്നു. വെൽഡർ ആയതുകൊണ്ട് വെൽഡിങ്ങിൻ്റെ ടെസ്റ്റിന് എനിക്ക് എഴുതി തന്നു. അതും ബോംബെയിലെ ഫേമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫാദർ അങ്കിളിലായിരുന്നു. അവിടെ ഞാൻ ഇപ്പോൾ ടെസ്റ്റ് എടുത്തു. ടെസ്റ്റ് അടിക്കുന്ന സമയത്തെല്ലാം എൻ്റെ മനസ്സിൽ ഭയങ്കരമായ ആകുലതയായിരുന്നു. കാരണം പാസ്സാവുമോ ഇല്ലയോ, അത് ദൈവത്തിൻ്റെ കാരണം കൊണ്ട് ഞാനൊരു നിറഞ്ഞ വിശ്വാസി ആയതുകൊണ്ട്, ദൈവവിശ്വാസി ആയതുകൊണ്ട്. അത് മാത്രമല്ല മരിയം ഭക്തനാണ്. മാതാവിനെ വിളിച്ച് എപ്പോഴും പ്രാർത്ഥിക്കും. പിന്നെ ഞങ്ങളുടെ ഇടവകയുടെ വിശ്വസ്തൻ സെൻറ്റ് ആൻ്റണിയാണ്. അന്തോനിസിൻ്റെയും നാമത്തെ അന്തോനിസിനെയും വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ലാസ്റ്റ് ടെസ്റ്റ് എല്ലാം ടെസ്റ്റ് കഴിഞ്ഞ് ഇറ്റാലിയൻ വന്ന് എല്ലാം നോക്കി ഓക്കെ ചെയ്തു. അങ്ങനെ എഴുതി. അത് കഴിഞ്ഞ് ഞാൻ നേരെ അവർ മെഡിക്കലിന് എഴുതി തന്നു. പോയി മെഡിക്കലെടുത്തു. മെഡിക്കലെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ വിസ അബുദാബിക്കുള്ള വിസയുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും പേപ്പറുകളെല്ലാം റെഡിയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് പൈസ വേണം. ഏജൻറ്റിനെ ചോദിച്ചപ്പോൾ പറഞ്ഞ് എമിരിക്കേഷൻ, അന്ന് ഞങ്ങൾക്കെല്ലാം ഗൾഫിൽ പോകുന്നതിന് എമിരിക്കേഷൻ പണം കിട്ടണം 2600 രൂപ. 2600 രൂപ കെട്ടി എമിരിക്കേഷനെല്ലാം ക്ലിയർ ചെയ്ത് വാങ്ങിച്ച് അന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഡിസംബർ മാസത്തിലായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. അങ്ങനെ ഡിസംബർ മാസത്തിൽ ഗൾഫ് എയറിൽ ഞാൻ അബുദാബിയിലെത്തുന്നു. എൻ്റെ ഫ്ലൈറ്റ് കയറുമ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുമ്പോൾ മറ്റെല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ ആകുലതയും വിഷമവുമായിരുന്നു. ഫ്ലൈറ്റിലിരുന്ന് പ്രാർത്ഥിച്ച് ആദ്യമായിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ദൈവമേ കാത്തുകൊള്ളണേ, എപ്പോഴും പ്രാർത്ഥനയും ചൈതന്യമായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ അബുദാബിയിലെത്തി. അബുദാബിയിൽ നിന്ന് അവരെന്നെ കൊണ്ടുപോയത് നേരെ അക്കോമഡേഷനിൽ കൊണ്ട് അവിടെ സിറ്റിയിൽ അബുദാബി സിറ്റി 15 ദിവസം അവിടെ നിന്നിരുന്ന്. അബുദാബിയിൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൊണ്ടുപോയ കമ്പനിയുടെ ഡ്രൈവർ വന്നു. ഞങ്ങളെ കൊണ്ടുപോയി അക്കോമഡേഷനിൽ കൊണ്ടുചെന്ന് അവിടെ അക്കോമഡേഷൻ ക്യാമ്പിൽ കൊണ്ടുചെന്ന് ആക്കിയപ്പോൾ അവിടെ എൻ്റെ കൂടെ എന്നെ റൂമിൽ കൊണ്ടാക്കിയപ്പോൾ ആ റൂമിൽ കൊച്ചിക്കാരനായ ഒരു ജോൺ അങ്കിളാണ് ഉണ്ടായിരുന്നു. ജോൺ അങ്കിളിൻ്റെ കൂടെ ആയിരുന്നു. പുള്ളിയെടുക്കുക കമ്പനിയുടെ വിവരങ്ങൾ, അദ്ദേഹത്തിൻ്റെ അടുക്ക ഞാൻ കമ്പനിയുടെ വിവരങ്ങളും എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ചോദിച്ചു. എല്ലാം എനിക്ക് വ്യക്തമായി പറഞ്ഞു തന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആദ്യമായിട്ടല്ലേ ചെല്ലുന്നത്. അപ്പോൾ എനിക്ക് ഒന്നും പരിചയമില്ല. അതുകൊണ്ട് പുള്ളി പറഞ്ഞ് പേടിക്കേണ്ട, നീ ധൈര്യമായിരിക്കുക. അങ്ങനെ എന്നെ ധൈര്യമായിരുന്നു എനിക്ക് മനധൈര്യം തന്നു. അങ്ങനെ ഞാൻ ആദ്യം അവിടെ ചെന്നെല്ലാം കഴിഞ്ഞ് മെഡിക്കലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മെഡിക്കലെല്ലാം കഴിഞ്ഞ് അങ്ങനെ ജോലിക്ക് കൊണ്ടുപോയി. ജോലി ചെന്നിറങ്ങി അവിടെ ജോലി ചെന്നിറങ്ങിയപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാലാവസ്ഥയും മറ്റു കാര്യങ്ങളും നമ്മൾ അതിജീവിക്കണമല്ലോ. അങ്ങനെ അത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ജോലി സ്ഥലമെന്ന് പറഞ്ഞത് ഏതാണ്ട് അബുദാബിയിൽ നിന്ന് 170 കിലോമീറ്റർ ഉവൈസിലായിരുന്നു ജോലി. അവിടെ പോയി അവിടെ ചെന്ന് ക്യാമ്പിൽ ചെന്നു. അവിടെയും എനിക്ക് സഹായത്തിന് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ നാട്ടുകാരുണ്ടായിരുന്നു. നമ്മുടെ നാട്ടുകാരനെ കേരളീയർ മലയാളികളുണ്ടായിരുന്നു. അവരുടെ കൂടെ ആയിരുന്നു. അവർ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്ന് അവിടെ എനിക്ക് വെൽഡർ ആയതുകൊണ്ട് എവിടെ ചെന്നാലും ഞങ്ങൾ ടെസ്റ്റ് അടിക്കേണ്ടി വരും. വെൽഡിങ് ടെസ്റ്റുണ്ട്, അതിൻ്റെ ജോബിൻ്റെ ടെസ്റ്റുണ്ട്. ആ ടെസ്റ്റ് അടിച്ചു. നാട്ടിലായിരുന്നപ്പം ഞാൻ മുടങ്ങാതെ പള്ളിയിൽ പോവും. പ്രാർത്ഥന ഇതുണ്ടായിരുന്നു. പള്ളി മുടങ്ങാതെ ദിവ്യബലിക്ക് പോകും. ഞായറാഴ്ച ദിവസമേ പോവുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലും നമുക്ക് ദിവ്യബലിക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ബോംബെയിലായിരുന്നപ്പോഴും അതേപോലെ തന്നെ
മുടങ്ങാതെ പള്ളിയിൽ പോവും. പാസ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ബോംബെക്ക് പോയത്. കാരണം ഗൾഫ് ചാൻസ് ഗൾഫിൽ പോകാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാസ്പോർട്ട് എടുത്തത്. അന്ന് ഇവിടുന്ന് ഞങ്ങളുടെ ആൾക്കാരെല്ലാം ഗൾഫിൽ പോകുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നുകൊണ്ട് അപ്പോൾ ഞാനും അന്ന് ഗൾഫിൽ പോകാനായിട്ട് ബോംബെ ചെന്ന് അങ്ങനെ അവിടെ നിന്ന് ഒരു ചാൻസ് അന്വേഷിച്ച് കിട്ടി. അവിടെ പോയി അതിൽ പോയി അവർ ഒരു ഇറ്റാലിയൻ കമ്പനിക്ക് വേണ്ടിയാണ് അവർ ഇൻ്റർവ്യൂ എല്ലാം എന്നെ വിളിച്ചു. ഞാൻ ആവപ്പാടെ വിറച്ച് പേടിച്ചിരുന്നെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചതിനൊക്കെ ശരിയായ ആൻസറുകൾ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കണക്ക് തന്നെ ഇറ്റാലിയൻകാരനും അത്ര ഇംഗ്ലീഷ് പിടുത്തമല്ല, ഞാനും അത്ര വലിയ ഇംഗ്ലീഷ് ഇല്ല, എങ്കിലും അറിയാവുന്ന ഭാഷയിലേക്ക് അയാൾ ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞു. എനിക്ക് ടെസ്റ്റ് എഴുതി തന്നു. അങ്ങനെ ഞാൻ ടെസ്റ്റ് അടിച്ചു. ടെസ്റ്റ് ബോംബെയിലെ ഫേമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പാതറങ്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു, ബാന്ദ്രയിൽ. അവിടെ ടെസ്റ്റൊക്കെ പാസ്സായി. അത് കഴിഞ്ഞതിന് ശേഷം മെഡിക്കലിന് എഴുതി തന്ന് പോയി മെഡിക്കലൊക്കെ എടുത്ത് അതെല്ലാം ഓക്കെ ആയി കഴിഞ്ഞപ്പം ഏജൻറ്റ് പറഞ്ഞ് ഇനി പൈസ കെട്ടണം. ആ ഏജൻറ്റ് 5500 രൂപ കൊടുക്കണമായിരുന്നു. 5500 രൂപ അന്നത്തെ കാലത്ത് 79 കാര്യമാണ് ഞാനീ പറയുന്നത്. 79 5500 രൂപ കൊടുക്കുമ്പോൾ അന്ന് 2600 രൂപ എമിഗ്രേഷൻ ഫീസ് കെട്ടിവെക്കണം. അങ്ങനെ ഞങ്ങളന്ന് എമിഗ്രേഷൻ ഫീസ് കെട്ടി വെച്ചാണ് ഞാൻ ഗൾഫിലേക്ക് ആദ്യമായിട്ട് പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം കഴിഞ്ഞ് എനിക്ക് 15 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ പാസ്പോർട്ടിനകത്ത് എമിഗ്രേഷൻ സീലടിച്ചു വന്നു, ടിക്കറ്റ് വന്നു, അങ്ങനെയെല്ലാം വന്നു. അങ്ങനെ ശാന്തക്രൂസ് എയർപോർട്ടിൽ ചെന്ന് അവിടുന്ന് ശാന്തക്രൂസ് എയർപോർട്ടിൽ നിന്ന് ഞാൻ ഗൾഫ് എയറിലായിരുന്നു. ഗൾഫ് എയറിൽ കയറി ആദ്യമായിട്ട് എയർപോർട്ടിൽ ചെന്ന് ഗൾഫിൽ പോകാൻ പോകല്ലേ. അപ്പോൾ കയറിയപ്പോഴൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. എപ്പോഴും ആ ടെൻഷൻ മാറാനായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിനെയും അന്തോസിനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കും. അതെൻ്റെ ഒരു പ്രത്യേക ഇതായിരുന്നു. ആ പ്രാർത്ഥനയാണ് എന്നെ ഈ ലെവലിൽ കൊണ്ടെത്തിച്ചത്. അങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റിലെല്ലാം ചെക്കിങ് കഴിഞ്ഞ് കയറിയപ്പം ഫ്ലൈറ്റ് അങ്ങോട്ട് എടുത്തപ്പം ടേക്കപ്പ് ആയപ്പം ഒരു വല്ലാത്ത പേടി തോന്നി. ആ സൗണ്ട് കേട്ടപ്പോൾ ഒരു ഞെട്ടലുണ്ടായി. എങ്കിലും പ്രാർത്ഥിച്ച് ധൈര്യമായിട്ടിരുന്നു. അബുദാബിയിൽ ചെന്ന് അവിടെ ഇറങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ട് പോകുന്ന കമ്പനിയുടെ ഡ്രൈവറും അവിടെ ഉണ്ടായിരുന്നു. അയാൾ ഞങ്ങളെ അവിടുന്ന് എടുത്ത് എയർപോർട്ടിന് പുറത്തിറക്കി കൊണ്ടുവന്നതിന് ശേഷം നേരെ അവരുടെ ക്യാമ്പിൽ കൊണ്ടുപോയി. അങ്ങനെ ക്യാമ്പിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ എനിക്ക് തന്ന റൂമിൽ എൻ്റെ സ്നേഹിതന് ഒരു വ്യക്തി മലയാളിയായിരുന്നു, കൊച്ചിക്കാരനായ ഒരു ജോണായിരുന്നു. ആ ജോണ് എനിക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തന്നു. അദ്ദേഹത്തിന് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ നിർദ്ദേശങ്ങൾ തന്നു. ഇന്നതങ്ങളൊക്കെയാണ് ജോലിയുടെ കാര്യത്തിലും താമസത്തിലും നീ പേടിക്കേണ്ട, ടെൻഷനെല്ലാം മാറ്റുക. പുള്ളി പഴയ ആളായതുകൊണ്ട് പുള്ളിക്കെല്ലാം അറിയാവുന്ന വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന്. അബുദാബിയിൽ ചെന്നിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പള്ളി അന്വേഷിച്ചു. നമ്മുടെ ക്രിസ്ത്യൻ പള്ളി. അവിടെ ഒരു പള്ളി മാത്രമേ ഉള്ളായിരുന്നു. അബുദാബിയിൽ ഒറ്റ പള്ളിയേ ഉള്ളൂ. കോർണേഴ്സ് റോഡിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അവിടെ വെള്ളിയാഴ്ച ദിവസമേ എനിക്ക് പോകാൻ പറ്റത്തുള്ളായിരുന്നു. വെള്ളിയാഴ്ചകളിൽ ഞാൻ പോവും. അതുപോലെ തന്നെ ഡെസർട്ട് ജോലി ചെയ്യുന്ന ദിവസങ്ങളിൽ മാസത്തിൽ ഒരു വെള്ളിയാഴ്ച ഞങ്ങൾ അബുദാബി വരും. ശമ്പളം ബാങ്കിൽ വരുന്ന ബാങ്ക് മുഖാന്തരം നാട്ടിലേക്ക് പൈസ അയക്കാൻ. അങ്ങനെ വരുമ്പോഴാണ് അബുദാബി പള്ളിയിൽ വൈകിട്ടത്തെ പൂജയിൽ പോകുന്നത്. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ റൂമിലാണ് പ്രാർത്ഥന കൂട്ടായ്മയായിട്ട്. ചിലപ്പോൾ ഞങ്ങൾ 3-4 പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അസൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കും. അങ്ങനെയായിരുന്നു ജീവിതം. ഞങ്ങൾ 81 വന്നപ്പം മുസ്തഫയിലെ ഒരു കമ്പനിയിലാണ് ഞാൻ പിന്നെ ജോലി ചെയ്തത്. അവിടെ ഞങ്ങളെല്ലാവരും നല്ല ഐക്യമായിരുന്നു. അവിടെ 17 വർഷം ആ കമ്പനി തന്നെ ജോലി ചെയ്തു. ആ ജോലിയിൽ നമുക്ക് നേട്ടങ്ങളാണ് ഉണ്ടായത്. ഇത് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, വെൽഡറായിരുന്നു. ഫീൽഡിൽ ഫാബ്രിക്കേഷനിലെ വെൽഡറായിരുന്നു. ഓയിൽ ആൻഡ് ഗ്യാസ് ലൈൻ പൈപ്പ് ലൈനിലെ വെൽഡറായിരുന്നുകൊണ്ട് നമുക്ക് അതിൻ്റേതായ ഗുണങ്ങളുണ്ടായിരുന്നു ജോലിയിലും മറ്റു കാര്യങ്ങളിലും ശമ്പളത്തിലുമൊക്കെ. അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് പള്ളിയിൽ പോകുന്ന തടസ്സമായിരുന്നു. തടസ്സമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരം ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എല്ലാവരും കൂടി പ്രാർത്ഥിക്കും. അതിൽ ഞങ്ങൾക്ക് എല്ലാം പ്രാർത്ഥനയുടെ നേതൃത്വം വഹിക്കാൻ ലൂക്കോസ് മത്തായി എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ടായിരുന്നു. ആ സഹോദരൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ഞങ്ങളെ പ്രാർത്ഥിക്കുകയും ബൈബിളൊക്കെ വായിക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരികയും ദൈവിക കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാനും അതെല്ലാം പറഞ്ഞു തരികയും ചെയ്യുമായിരുന്നു.
അപ്പോൾ അങ്ങനെ പുള്ളിയായിട്ട് അങ്ങനെ ഞങ്ങളവിടെ ജീവിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നീട് നാട്ടിൽ പോയിരുന്നു. ഇതിനിടയിൽ 2-3 എനിക്ക് മറക്കാൻ പറ്റാത്ത 1-2 അനുഭവങ്ങളും സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു കമ്പനി 17 വർഷം ജോലി ചെയ്യുന്നു പറഞ്ഞു. ആ 17 വർഷം ജോലി ചെയ്ത കൂട്ടത്തിൽ 3 വ്യക്തികൾ ആ കമ്പനിയിൽ മരിച്ചു. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഫീലിംഗ് ചെയ്ത ഒരു മരണം, ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ജോലി ചെയ്യുന്ന ഇരുമ്പ് സാധനങ്ങൾ സൂക്ഷിക്കുകയും അത് ക്രെയിനിൽ പൊക്കുകയും അതിന് ഇതിട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ബംഗ്ലാദേശ് ആയ ഒരു ചാച്ച ഉണ്ടായിരുന്നു. ചാച്ച എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അദ്ദേഹത്തിനെ. അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. അപ്പം എൻ്റെ കണ്ണിൽ മുമ്പിൽ വെച്ചാണ് പൈപ്പ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്രെയിൻ കൊണ്ട് സാധനം തൂക്കിയെടുക്കുന്ന സമയത്ത് എൻ്റെ കണ്ണു മുൻപിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ക്രെയിൻ്റെ പിടുത്തം വിട്ടുപോയി പൈപ്പ് വന്ന് ദേഹത്ത് വീഴുകയും അവിടെ കിടന്ന് സഡൻലി ഉടനെ തന്നെ ഞങ്ങളെടുത്ത് ആംബുലൻസ് കയറ്റിയെങ്കിലും അവിടെ തന്നെ മരിച്ചു. പൈപ്പ് ക്രെയിനിൽ നിന്ന് ക്രെയിൻ തൂക്കിയ സാധനം ബെറ്റ് പൊട്ടി വീണപ്പം അത് പിടിച്ചിരുന്ന വ്യക്തിയുടെ ദേഹത്താണ് വീണത്. അതിൻ്റെ അടുത്തായിരുന്നു ഞാനും നിന്നത്. ദൈവത്തിൻ്റെ കാരണം കൊണ്ട് 1 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളായിരുന്നു. ആ 1 മീറ്റർ കൂടി ഇങ്ങോട്ട് നിന്നിരുന്നെങ്കിൽ എന്നേക്കും അത് ഞാനും അപകടത്തിൽ പെട്ടുപോയനും. പക്ഷേ എങ്കിലും എൻ്റെ ദൈവം എന്നെ കാത്ത് അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട്. ഞാൻ അന്നേരം വിളിച്ചത് അമ്മേ എന്നാണ് വിളിച്ചത്. ഇത് കണ്ടപ്പോൾ അമ്മേ മാതാവിനെയാണ് വിളിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട്. അടുത്തതും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ കമ്പനിയിലുണ്ടായ വേറൊരു മരണത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അത് ഞങ്ങൾക്ക് 9 മുതൽ 9:15 വരെ ചായ ടൈമുണ്ട്. ഈ സമയത്ത് എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്നവൻ, അതായത് വലിയ ടാങ്ക്, നമ്മുടെ ഓയിൽ കൊണ്ടുപോകുന്ന ടാങ്ക് ഉണ്ടല്ലോ, അങ്ങനെയുള്ള വെസലിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഗ്യാസ് ഹീറ്റിംഗ് ടോർച്ച് അകത്തിട്ടിരുന്നവൻ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ആ വ്യക്തി വിഷ്ണു എന്നാണ് പേര്. ആ വ്യക്തി ഗ്യാസ് ഓഫ് ചെയ്തില്ല. അദ്ദേഹം ചായ കുടിയും കഴിഞ്ഞ് റെസ്റ്റൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി ഉടനെ തന്നെ റാഡെടുത്ത് കത്തിച്ചതും ഏതാണ്ട് ചെയ്തതും അതിനകത്ത് ഫയറായി. രക്ഷപ്പെടാൻ പറ്റിയില്ല. അവിടെ തന്നെ അതിനകത്ത് നിന്ന് കത്തി എടുത്ത് എങ്കിലും തീ ഒരു വിധത്തിൽ അണച്ച് ഫയർ എക്സ്പ്ലോഷൻ വന്നല്ല, തീ അണച്ച് ആളിനെ എടുത്തപ്പോഴത്തേക്ക് 100% ബന്ധു കരിഞ്ഞു പോയി. അങ്ങനെ ആ മരണവും ഞാൻ നേരി കണ്ടപ്പോഴത്തേക്ക് ഞാൻ ബോധം കെട്ടില്ലെന്നേ ഉള്ളൂ. എങ്കിലും എനിക്ക് താങ്ങാനായില്ല. അന്ന് ഞാൻ ജോലിയൊന്നും ചെയ്തില്ല. ജോലിയിൽ നിന്ന് വിരമിച്ച് റൂമിൽ പോയി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ കടന്ന്. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഇതിനിടയ്ക്ക് എനിക്ക് വേറൊരു അപകട സംഭവം ഉണ്ടായി. അതൊരു വലിയ ഇതാണ്. എനിക്കുണ്ടായ ദൈവം ഇടപെട്ട് ഞങ്ങളെ രക്ഷിച്ച ഒരു മഹത്തായ സംഭവമാണ് ഞാനിനി പറയാൻ പോകുന്നത്. അതായത് ഞാൻ ഒരു വട്ടം ലീവിന് വരാൻ അബുദാബി എയർപോർട്ടിൽ നിന്ന് ശ്രീലങ്കയുടെ ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് ഫ്ലൈറ്റ് ടേക്കപ്പായി ഏതാണ്ട് 200 ചില്ലുവാനം യാത്രക്കാർ ഞങ്ങളുണ്ട്. അതിൽ ഞാനും ഉണ്ട്. ഫ്ലൈറ്റ് ടേക്കപ്പായി 2 മണിക്കൂർ 5 മണിക്കൂർ റണ്ണിങ്ങിലുള്ളത് 2 മണിക്കൂർ റണ്ണിങ് ആയപ്പോൾ എൻജിൻ ഫെയിലിയറായി. അന്നേരം ക്യാപ്റ്റൻ ഞങ്ങളോട് പറഞ്ഞില്ല എന്താണ് സംഭവമെന്ന്. ലാസ്റ്റ് 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരിച്ച് അബുദാബി എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഫ്ലൈറ്റിൻ്റെ എൻജിൻ കത്തിയെന്നും. അങ്ങനെ ഉടനെ തന്നെ 4 സൈഡിൽ നിന്നും ഫയർ ആംബുലൻസ് വന്ന് തീ അണയ്ക്കുകയും, ഭയങ്കര തീയായിരുന്നു, അണയ്ക്കുകയും ഞങ്ങളെ എത്രയും പെട്ടെന്ന് എമർജൻസി ഡോറിൽ കൂടെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. 240 ആൾക്കാരും അത് കഴിഞ്ഞ് സ്റ്റാഫും 39 സ്റ്റാഫും ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങളെ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റിയത്. അത് ഒരാൾ പോലും അതിൽ ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെടുത്തിയത് ദൈവത്തിൻ്റെ ഭയങ്കര കരുണയാണ്. കാരണം ഞാൻ ആ ഫ്ലൈറ്റിലിരുന്ന് കൊന്ത പഠിക്കുമായിരുന്നു, ജപമാല പഠിക്കുകയും ചെയ്യും. അങ്ങനെ കർണക്കൊന്ത എനിക്കന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ശക്തമായി പ്രാർത്ഥിക്കും. ഫ്ലൈറ്റിൽ കയറിയിരുന്നാൽ ഞാൻ അതിന് പ്രാർത്ഥിക്കത്തേ ഉള്ളൂ. ആ പ്രാർത്ഥനയുടെ ചൈതന്യമാണ് എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. എന്നെ മാത്രമല്ല, ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന 284 പേരെ രക്ഷപ്പെടുത്തിയത് ഫ്ലൈറ്റും. സഹോദരങ്ങളെ, നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 4 മണിക്കൂർ ഫ്ലൈറ്റ് റണ്ണിങ് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് പൊക്കി ടേക്കപ്പായി 2 മണിക്കൂർ കഴിയുമ്പോഴാണ് അപകടം മനസ്സിലാകുന്നത്.
ആ 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും തിരിച്ച് അടുത്ത നിയർ എയർപോർട്ടിൽ ഇറങ്ങണമെങ്കിൽ വീണ്ടും 2 മണിക്കൂർ റണ്ണിങ് ആവണം, പറക്കണം. അങ്ങനെ 4 മണിക്കൂറിൽ പറത്ത കഴിഞ്ഞാണ് വീണ്ടും അബുദാബി എയർപോർട്ടിൽ തന്നെ ഇറക്കിയത്. എവിടുന്ന് കയറിയോ അവിടെ തന്നെ കൊണ്ടിറക്കി. അങ്ങനെ അതൊരു ഭയങ്കര സംഭവമായിപ്പോയി. വീട്ടിലാണെങ്കിൽ ആ വീട്ടുകാരെ അറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചു പറഞ്ഞ് ഇന്ന ദിവസം ഞാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ പ്രതീക്ഷയോട് എയർപോർട്ടിൽ വണ്ടിയായിട്ട് ആൾക്കാർ വന്നിരിക്കുക. അപ്പം ആൾ വന്നില്ല. ആ പാടെ വിഷമമായി. പിന്നെ അന്ന് നമ്മുടെ ഇന്നത്തെ കണക്ക് ഫോൺ സംവിധാനമൊന്നുമില്ലല്ലോ. അപ്പം പിന്നെ ഞാൻ അവിടുന്ന് ബുക്ക് ചെയ്ത് കൊല്ലത്തൊരു അളിയൻ ഫയർ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് അദ്ദേഹമാണ് ഇവിടെ വന്ന് വീട്ടിൽ പറഞ്ഞത് ഇന്ന കണക്കാണ്, ഇനി ഒരാഴ്ച കഴിഞ്ഞേ വരത്തുള്ളൂ, പേടിക്കേണ്ടെന്ന്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേക്ക് എങ്ങനെ ഫ്ലൈറ്റ് ഇതായെന്ന് നാട്ടിലറിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പ്രാർത്ഥനയും ബഹളവും, അമ്മയാണെങ്കിൽ ഒന്നും കഴിക്കാതെ കിടക്കുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി. ജീവിത പങ്കാളി അതിനപ്പുറത്ത് മക്കളെയും കൊണ്ട് ഭയങ്കര ദുരിതങ്ങൾ ഒരുപാട്. അങ്ങനെയുള്ള പല ആപത്ത് ഘട്ടങ്ങളിൽ നിന്നും ഞാൻ വിശ്വസിക്കുന്ന സത്യദൈവം സംരക്ഷിച്ചിട്ടുണ്ട്. നാട്ടിൽ വെച്ചൊരു അപകട സംഭവമാണ്, വണ്ടി ആക്സിഡൻ്റാണ്. ഞാനിവിടുന്ന് എൻ്റെ 2 വീലർ എടുത്ത് അങ്ങോട്ടിറങ്ങി പടപ്പനാലിലോട്ട് എന്നിറങ്ങി വളവ് തിരിഞ്ഞ് നേരെ ഇവിടെ അടുത്ത റോഡിലോട്ട് കയറിയ സമയത്ത് പുറവിൽ നിന്ന് 2 പിള്ളേർ വെള്ളം എന്തോ ഹൈ സ്പീഡിൽ കൊണ്ടുവന്ന് എൻ്റെ വണ്ടിയിൽ ഇടിച്ച് ഞാൻ മറിഞ്ഞ് വലത്തോട്ട് വീണു. വലത്തെ സൈഡോട്ടാണ് വീണത്, ഇടത്തെ സൈഡോട്ടല്ല, റൈറ്റ് സൈഡിലോട്ട് വീണ് എൻ്റെ തലയ്ക്ക് ഇവിടെ മുറിവ് പറ്റി. അത് കഴിഞ്ഞ് കൈക്ക് പുരം പറ്റി. ഇതെല്ലാം ചെയ്ത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വേറെ ഡാമേജൊന്നും വന്നില്ല. വണ്ടി ഒരുപാട് ഡാമേജായിരുന്നു. ലാസ്റ്റ് അത് കേസായി വഴക്കായി. അങ്ങനെ അവർക്ക് അങ്ങനെ കേസും വഴക്കൊക്കെ ആയി. ആ കേസ് ലാസ്റ്റ് ഒത്തീർപ്പാക്കി വക്കീൽ മുഖാന്തരം കോടതി മുഖാന്തരം അതിന് വിധി പ്രസ്താവിച്ച്. എങ്കിലും നഷ്ടപരിഹാരം തരാമെന്ന് അവർ പറഞ്ഞെങ്കിലും ഞാൻ സ്വീകരിച്ചില്ല. കാരണം 2 കൊച്ചുങ്ങളാണ് വന്നിടിച്ചത്. അതുകൊണ്ട് അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞ് വേണ്ട, നഷ്ടപരിഹാരമൊന്നും ഞാൻ വേണ്ട, ഇനി അവർക്ക് ഡ്രൈവിങ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞ് നിർദ്ദേശങ്ങൾ കൊടുത്തു വിട്ട്. അങ്ങനെ അതിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് ഞാൻ 2000 ആഫ്രിക്കയിൽ അങ്കോള എന്ന് പറയുന്ന രാജ്യത്ത് പോയി ജോലി ചെയ്ത് 2000 മുതൽ 2018 വരെ അവിടെ ആയിരുന്നു. ഇതിനിടയ്ക്ക് ഒരു വട്ടം ഞങ്ങൾ ബോംബെയിൽ നിന്ന് എത്യോപ്യയുടെ ക്യാപിറ്റൽ അലിസബാഗ് എയർപോർട്ടിൽ ഇറങ്ങുകയും അവിടുന്ന് അങ്കോളയ്ക്കുള്ള ഫ്ലൈറ്റിൽ പോകുമ്പോൾ അന്തരീക്ഷം വളരെ മോശമായിരുന്നു. എങ്കിലും പൈലറ്റ് ഫ്ലൈറ്റ് എടുത്ത് ഉടനെ തന്നെ ഫ്ലൈറ്റ് എടുത്ത് പറന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പരന്നിടിച്ചെന്നാണ് പറഞ്ഞത്. പരന്നിടിച്ചെന്ന് പറഞ്ഞ് എല്ലാവരും സുരക്ഷിതമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞങ്ങളെല്ലാം ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. കാരണം കൂടുതലും അതിനകത്തുണ്ടായിരുന്നത് പോർട്ടീസുകാരായിരുന്നു. അവർ വിശ്വാസികളായിരുന്നു, ക്രൈസ്തവ വിശ്വാസികൾ. അവർ ഉച്ചത്തിലായിരുന്നു മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തിനെ സ്തുതിച്ചതും. അതുകൊണ്ട് ഫ്ലൈറ്റിനൊരു അപകടവും ഉണ്ടാവാതെ അടുത്ത നിയർ എയർപോർട്ട് ചെറിയ എയർപോർട്ടിൽ കൊണ്ടുവന്ന് ഇടിച്ചിറക്കി ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞതും ഫ്ലൈറ്റ് ക്രാക്കായി. അതൊരു ഭയങ്കര സംഭവമായിരുന്നു. അത് പേപ്പറിലും മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. ആ ഫ്ലൈറ്റ് മിന്നലിലൊരു അപകടം സംഭവിച്ചതും അതിനെപ്പറ്റി ഇതിലെല്ലാം വന്നതായിരുന്നു ആ ഫ്ലൈറ്റ്. അങ്ങനെ ഒരു അപകടത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയത് മാതാവാണ്, ദൈവമാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ പ്രവാസ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്ന കരുണ, ദൈവം എനിക്ക് ചെയ്ത കരുണ വളരെ വലുതാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ആപത്തുകൾ, ചെറിയതായാലും വലിയ ആപത്തുകളിൽ നിന്നെല്ലാം സംരക്ഷിക്കുകയും അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും പ്രതിസന്ധിയിലും ദൈവം എന്നോട് കൂടെ നിന്ന് എനിക്ക് സമാധാനം നൽകുകയും നേർവഴി കാണിച്ചു തരികയും ചെയ്തു. ആ നേർവഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത്. അതുകൊണ്ട് ജീവിതത്തിൽ ഇത്രയും 66 വയസ്സായി. ഈ 66 വയസ്സിന് ശേഷം 66 വയസ്സിനിടയ്ക്ക് എനിക്ക് തന്ന എൻ്റെ സന്താനങ്ങളെ ഓർത്തും ജീവിത പങ്കാളിയെ ഓർത്തും യാതൊരു ടെൻഷനുമില്ല. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ജീവിത പങ്കാളി നിറഞ്ഞ ദൈവവിശ്വാസിയാണ്. അതുകൊണ്ട് മരിയം ഭക്തയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമാണ്. പക്ഷേ ഇച്ചിരി ബാധ്യതകളൊക്കെ ഉണ്ട്. അതും നമ്മുടെ കുടുംബത്തിൻ്റെ ബാധ്യതകളൊക്കെ ഉണ്ട്. തൊഴിലില്ലാതെ നിൽക്കുന്ന അടിസ്ഥാനത്തിലുള്ള ബാധ്യതകളാണ്. ഇത് ഞാൻ പറയുന്നത് എൻ്റെ കുടുംബത്തിനെ പറ്റി കുടുംബ പശ്ചാത്തലമാണ്. അങ്ങനെ ഞാൻ 1984 ആയിരുന്നു എൻ്റെ കല്യാണം. എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ
മാതാപിതാക്കളുടെ ഇഷ്ടത്തിനും എൻ്റെ ഇഷ്ടത്തിനുമാണ് ഞാൻ വിവാഹം നടത്തിയത്. 84 മെയ് 10-ാം തീയതിയാണ് എൻ്റെ ഞാൻ കല്യാണം കഴിച്ചത്. എൻ്റെ ഭാര്യയുടെ പേര് ജസീന്ത. ഞങ്ങളുടെ കോയിള പള്ളിയിൽ വെച്ചായിരുന്നു കല്യാണം. ജസീന്ത എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാണ്. അവളുടെ ഫാദറിൻ്റെ പേര് ആൻ്റണി, അമ്മയുടെ പേര് സെലിൻ. എൻ്റെ ഫാദറിൻ്റെ പേര് ആൻ്റണി, അമ്മയുടെ പേര് ബ്രോണി. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ച് അതിനിടയ്ക്ക് അന്നത്തെ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് ഇവിടെ എൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് ജീവിക്കാൻ തുച്ഛമായ സമയം, ഒരു 20 ദിവസമേ ഞങ്ങളിവിടെ ജീവിച്ചുള്ളൂ ഒരുമിച്ച്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഗൾഫിൽ പോയി. ഗൾഫിൽ നിന്ന് പിന്നെ ഞാൻ 14 മാസം കഴിഞ്ഞാണ് വന്നത്. 14 മാസം കഴിഞ്ഞ് ഞങ്ങൾ ജീവിച്ചു. അന്നും ഞങ്ങൾക്ക് കുട്ടികളുണ്ടായില്ല. ഞങ്ങൾക്ക് മക്കളുണ്ടാവാൻ തടസ്സമുണ്ടായിരുന്നു. പിന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തടസ്സങ്ങളെല്ലാം മാറി 7 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്കൊരു മോനെ തന്നത്. അവനിപ്പോൾ അവനെ വളർത്തി പഠിച്ചു. അവൻ എഞ്ചിനീയറാണ്. അത് മാസ്റ്റർ എഞ്ചിനീയർ, എംടെക് എഞ്ചിനീയറായിട്ട് ബെഗറിൽ ജോലി ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമതൊരു മകനെ തന്നു. അവന് ഡിഗ്രി കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നു. ദൈവം നല്ലൊരു മകളെ തന്നു. അവൾ പഠിച്ച് ഹോമിയോ ഡോക്ടറാണ്. ഇപ്പം ഹോമിയോ ഡോക്ടർ അവൾ ജോലി ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ സന്തോഷകരമായ കുടുംബമാണ്. ഇനി ഞങ്ങളെ അലട്ടുന്ന 1-2 പ്രശ്നം, ഞങ്ങളുടെ മക്കളുടെ വിവാഹമൊന്നും നടന്നിട്ടില്ല. എന്തുകൊണ്ടാണ് മക്കളുടെ വിവാഹത്തിന് എന്തോ തടസ്സങ്ങളൊക്കെ കാണുന്നത്. അത് ഞങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കൾക്ക് അനുയോജ്യമായ ബന്ധം വന്നാൽ അത് നമ്മൾ സന്തോഷമായിട്ട് നടത്തും. നമുക്ക് മറ്റ് ആഗ്രഹങ്ങളൊന്നുമില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള തടസ്സങ്ങളും മറ്റും മാറിക്കിട്ടാൻ ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ കാണുന്ന നിങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം.